നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അജ്ഞാത വാഹനം ഇടിച്ച് യുവാവ് മരിച്ചത് മേനച്ചോടി സ്വദേശി പുത്തൻവീട്ടിൽ ദിലീപൻ. വിളക്കോട് പാറക്കണ്ടം ഇരട്ടക്കൊലപാതകം ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ആനമതിലിന്റെ പുനർനിർമ്മാണം വൈകുന്നു, ആശങ്കയിൽ പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. അജ്ഞാത വാഹനം ഇടിച്ച് യുവാവ് മരിച്ചു. കോളയാട് മേനച്ചോടിയിലെ പുത്തൻവീട്ടിൽ ദിലീപനാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. അജ്ഞാത വാഹനമിടിച്ച് യുവാവ് മരിച്ചു. കോളയാട് മേനച്ചോടിയിലെ പുത്തൻവീട്ടിൽ ദിലീപനാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ മേനച്ചോടി ആര്യപ്പറമ്പ് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബാബു യശോദ ദമ്പതികളുടെ മകനാണ്. സഹോദരി ജിജി. പേരാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിനിടയാക്കിയ വാഹനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വിളക്കോട് പാറക്കണ്ടം ഇരട്ടക്കൊലപാതകം ചികിത്സയിൽ കഴിയുന്ന പ്രതി ഷാഹുലിനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല. അപകടനില തരണം ചെയ്ത ഷാഹുൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെമി ICUവിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വിളക്കോട് പാറക്കണ്ടം തൊണ്ടൻകുഴി ചെറുവോടിൽ നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ഷാഹുലിനെ പോലീസിന് ഇനിയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊലപാതകത്തിന് ശേഷം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഷാഹുലിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അപകടനില തരണം ചെയ്ത ഷാഹുൽ ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ സെമി ICUവിൽ തുടരുകയാണ്. ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ട ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ആനമതിലിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ആനമതിൽ തകർന്നതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. കനത്ത മഴയെ തുടർന്ന് ചീങ്കണ്ണിപ്പുഴയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിലാണ് വനാതിർത്തികളിൽ സ്ഥാപിച്ച ആനമതിൽ 5 തകർന്നത്. മുട്ടുമാറ്റി മലയോര പാതയോട് ചേർന്ന് 2 വാളുമുക്കിൽ 3 ആനമതിൽ തകർന്നത്. ചീങ്കണ്ണിപ്പുഴ വെള്ളപ്പൊക്കത്തിലാണ് ആനമതിൽ വ്യാപകമായി നശിച്ചത്. ആനകൾ ഉൾപ്പെടെ വന്യജീവികൾ കൃഷിയിടങ്ങളിൽ കടക്കാതിരിക്കാൻ നിർമ്മിച്ച ആനമതിൽ തുടർച്ചയായി തകരുന്നത് വനാതിർത്തികളിലെ കർഷകരെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. തകർന്ന ആനമതിലിന്റെ പുനർനിർമ്മാണം വൈകുന്നതും കർഷകരിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. തകർന്ന മതിൽ ഉടൻ പുനർനിർമ്മിച്ചില്ലെങ്കിൽ കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. മുൻപ് പുഴ കടന്നും ആനമതിലും തൂക്ക് വൈദ്യുതി വേലിയും തകർത്ത് കാട്ടാനകൾ ജനവാസ മേഖലകളിൽ കടന്ന് കാർഷിക വിളകൾ നശിപ്പിച്ച സംഭവങ്ങളുമുണ്ട്. അപ്പോൾ ആനമതിൽ തകർന്നു കിടക്കുമ്പോഴുണ്ടാവുന്ന അവസ്ഥ കർഷകർക്ക് ഊഹിക്കാൻ പോലും ആവില്ല. കാട്ടാനകൾ വനാതിർത്തികളിലും ചീങ്കണ്ണിപ്പുഴയോരത്തുമാണ് നിലവിൽ തമ്പടിച്ചിട്ടുള്ളത്. ഇവ ഏത് നിമിഷവും ആനമതിൽ തകർന്ന ഭാഗത്തുകൂടി ജനവാസ മേഖലയിലേക്ക് കടക്കുമെന്ന ഭീതിയിലാണ് വനാതിർത്തിയിലെ പ്രദേശവാസികൾ. തകർന്ന ആനമതിൽ പുനർനിർമ്മാണം നടത്തും വരെ താൽക്കാലിക പരിഹാരമായി തൂക്ക് വൈദ്യുതി വേലി സ്ഥാപിക്കുകയും നിരീക്ഷണത്തിനായി വനപാലകരെ നിയമിക്കണമെന്നുമാണ് കർഷകരും കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പണം വെച്ച് ചീട്ടുകളിച്ച 23 പേരെ കേളകം പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 8,71,000 രൂപയും പിടിച്ചെടുത്തു. പണം വെച്ച് ചീട്ടുകളിച്ച 23 പേരെ കേളകം പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 8,71,000 രൂപയും പിടിച്ചെടുത്തു. കൊട്ടിയൂർ പാൽച്ചുരം റിസോർട്ടിൽ വെച്ച് പണം പന്തയം വെച്ച് ചീട്ട് കളിക്കുകയായിരുന്നു. 23 അംഗ സംഘത്തെയാണ് കേളകം പോലീസ് സബ് ഇൻസ്പെക്ടർ VV ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പിടികൂടിയവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ബിജു കൊട്ടിയൂർ, രാജീവൻ മാങ്ങാട്ടിടം, സന്തോഷ് ഇരട്ടി, രാജീവൻ തോലമ്പ്ര, ദിനേശൻ ധർമ്മടം, സന്തോഷ് കൊട്ടിയൂർ, ബിജു ഉളിക്കൽ, സുധീഷ് ശിവപുരം, ഷൈജു കീഴലൂർ, ഷാജി അടക്കാത്തോട്, ഷക്കീർ ചിറക്കൽ വയൽ, ബിജേഷ് തില്ലങ്കേരി, പാവാസ് പാപ്പിനിശ്ശേരി, അജേഷ് തില്ലങ്കേരി, ശരത് ഇരട്ടി, ഷാജി മാലൂർ, മുഹമ്മദ് പാപ്പിനിശ്ശേരി, രഞ്ജിത്ത് തില്ലങ്കേരി, വിനീഷ് കൊട്ടിയൂർ, സുധീർ അഞ്ചരക്കണ്ടി, സായുജ് അയ്യല്ലൂർ, പ്രസാദ് മട്ടന്നൂർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേളകം പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ M രമേശൻ, CP രാജു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സജേഷ്, വിജയൻ, മഹേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ്, പ്രശോഭ്, ജിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, സുരേഷ്, രാജേഷ്, ആൽബിൻ, രാജേഷ് എന്നിവരും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വിളക്കോട് പാറക്കണ്ടത്ത് മരുമകന്റെ വെട്ടേറ്റ് ജീവൻ പൊലിഞ്ഞ ഉമ്മയ്ക്കും മകൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി. വിളക്കോട് പാറക്കണ്ടത്ത് മരുമകന്റെ വെട്ടേറ്റ് ജീവൻ പൊലിഞ്ഞ ഉമ്മയ്ക്കും മകൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി. പാറക്കണ്ടം തൊണ്ടൻകുഴിയിലെ പനച്ചിക്കടവത്ത് അലീമ, മകൾ സൽമ എന്നിവരെയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സൽമയുടെ ഭർത്താവ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഷാഹുൽ ഹമീദ്
പാറക്കണ്ടത്തെ വീട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. കുടുംബപരമായ അസ്വാരസ്യങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച രാത്രി 9:15 പാറക്കണ്ടം മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. രാത്രി 10 മണിയോടെ പാറക്കണ്ടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. അതേസമയം ആക്രമണത്തിനിടയിൽ പരിക്കേറ്റ പ്രതി ഷാഹുൽ ഹമീദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആശുപത്രിയിൽ ശക്തമായ പോലീസ് നിരീക്ഷണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. 33 സെക്കൻഡ് കൊണ്ട് 50 കാറുകളുടെ ലോഗോ തിരിച്ചറിഞ്ഞ ലോക റെക്കോർഡിന് ഉടമയായിരിക്കുകയാണ് 4.5 വയസ്സുകാരൻ ശിവാംശ്. ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളോടുള്ള അടങ്ങാത്ത കമ്പമാണ് ശിവാംശിനെ ഇത്തരമൊരു നേട്ടത്തിലെത്തിച്ചത്. ഈ കാണുന്നയാൾ നിസ്സാരക്കാരനല്ല, ലോക റെക്കോർഡിനുടമയാണ്. പറഞ്ഞുവരുന്നത് ഇരിട്ടി നേരമ്പോക്ക് സ്വദേശി രഞ്ജിത്തിന്റെയും സോനയുടെയും മകനായ ശിവാംശിനെ കുറിച്ചാണ്. 3 വയസ്സു മുതൽ തുടങ്ങിയതാണ് ശിവാംശിന് കാറുകളോടുള്ള കമ്പം. യാത്രക്കിടയിൽ കാണുന്ന കാറുകളുടെ പേരും കമ്പനിയും അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കിയ ശിവാംശ 33 സെക്കൻഡ് കൊണ്ട് 50 കാറുകളുടെ ലോഗോ തിരിച്ചറിഞ്ഞാണ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. City, Jazz, WRB, Mobile, Raja, Ion, Este, 8 years, 1.57 സെക്കൻഡ് കൊണ്ട് 110 കാറുകളുടെ പേരും ശിവാംശ് പറഞ്ഞു. 100 കാറുകളുടെ ലോഗോയും 200 കാറുകളുടെ പേരും ശിവാംശിന് അറിയാമെന്നാണ് അച്ഛൻ രജിത്ത് പറയുന്നത്. അപ്പോൾ കാറുകൾ പറഞ്ഞു കൊടുക്കാൻ ഇവൻ പറയാം ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അത് ചോദിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വണ്ടി ഇവൻ ക്യാച്ച് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടി കാണുമ്പോൾ അവൻ പറയും ഇത് ആൾട്ടോ അല്ലേ, അല്ലെങ്കിൽ ഇത് സ്വിഫ്റ്റ് അല്ലേ, സ്വിഫ്റ്റ് ഡിസയർ അല്ലേ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അവൻ ഫസ്റ്റ് പറഞ്ഞു കൊടുത്ത് ഓർമ്മ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ വണ്ടി കാണുമ്പോഴും ഞാൻ എന്നോട് ചോദിക്കും അച്ഛൻ ഇതേതാ വണ്ടി. അപ്പോൾ ആ വണ്ടി പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവൻ ഓർത്ത് വെച്ചിട്ട് പിന്നെ എന്നോട് വീട്ടിലെത്തിയാലും ചോദിക്കും ഇത് ആ വണ്ടിയല്ലേ, നമ്മളിന്ന് പോകുമ്പോൾ കണ്ടാൽ നിർത്തിയിട്ടത് ഈ വണ്ടിയല്ലേ, അങ്ങനെ ചോദിക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് വണ്ടി നിർത്തി വെച്ച് അവനൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ നിന്ന് വണ്ടി കണ്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇവൻ ഉറങ്ങുമായിരുന്നു. കുറച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ച് ഒരു വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഓർത്തത്. പക്ഷേങ്കിൽ ആ വണ്ടീൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മൊബിലിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ ഉറങ്ങി എണീറ്റ് പെട്ടെന്ന് പറഞ്ഞ് അച്ഛൻ നമ്മളത് ഹോണ്ടേൻ്റെ മൊബിലിയോ കണ്ടായിരുന്നു. ആ ബ്രാൻഡും അവനറിയാം, ആ വണ്ടി ഏതാണെന്നും അറിയാം. അങ്ങനെയാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് അത്രയും ക്യാച്ചായിട്ട് മനസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ണൂർ പ്രീമിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥിയായ ശിവാംശ് ഓഗസ്റ്റ് 14 തിരുവനന്തപുരം KTDC മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കോടമഞ്ഞ് പുതച്ച് പാലുക്കാച്ചിമല. മലയും പ്രകൃതിയും മഞ്ഞിന്റെ മൂടുപടത്തിനുള്ളിൽ നിന്നും സഞ്ചാരികളെ മാടി വിളിക്കുന്നു. കോടമഞ്ഞിറങ്ങുമ്പോൾ പാലുകാച്ചി മലക്ക് സൗന്ദര്യമേറെയാണ്. മലയും പ്രകൃതിയും മഞ്ഞിന്റെ മൂടുപടത്തിനുള്ളിൽ നിന്നും സഞ്ചാരികളെ മാടി വിളിക്കും. കാറ്റും ചെറുതണുപ്പും ഇരു കൈകളും നീട്ടി ഓരോരുത്തരെയും പുണർന്നുകൊണ്ട് കടന്നുപോകും. അധികമാരും എത്താത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്ന ഒരിടമാണ് പാലുകാച്ചിമല. നിലവിൽ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. വരും ദിവസങ്ങളിൽ പ്രവേശനമുണ്ടാകുമെന്നാണ് വനസംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചത്. പ്രകൃതിയും വിശ്വാസവും സമന്വയിക്കുന്ന ഒരിടമാണ് പാലുകാച്ചിമല. കൊട്ടിയൂർ കേളകം പഞ്ചായത്തുകളിലാണ് പ്രശസ്തമായ പാലുകാച്ചിമല സ്ഥിതി ചെയ്യുന്നത്. അകലെ നിന്ന് നോക്കിയാൽ അടുപ്പുകല്ല് കൂട്ടിയതുപോലെ 3 മലകൾ കാണാം എന്നതുകൊണ്ടാണ് ഇതിനെ പാലുകാച്ചിമല എന്ന് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2347 അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടാണ് പാലുകാച്ചിമല ഉള്ളത്. മലകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൊട്ടിയൂർ പഞ്ചായത്തിലാണ്, ബാക്കി ഭാഗം കേളകം പഞ്ചായത്തിലും. 1998
പാലുകാച്ചി മലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം എന്ന ആവശ്യം ശക്തമാകുന്നത്. അന്നും ഇക്കോ ടൂറിസം പദ്ധതി എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പാലുകാച്ചിയെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ടൂറിസം വകുപ്പ് പലതവണ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് 10 വർഷത്തിനു ശേഷം കൊട്ടിയൂരിൽ നിന്ന് പാലുകാച്ചിയിലേക്കുള്ള റോഡ് പ്രധാനമന്ത്രിയുടെ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വീണ്ടും പാലുകാച്ചി ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളുടെ കൂടെ ഇടം പിടിച്ചത്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആർക്കും പാലുകാച്ചി മലമുകളിലേക്ക് നടന്നു കയറാം. പാറപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കാം. പുൽമേടുകളും വിശാലമായ ദൂരത്തോളം നാട്ടിൻപുറങ്ങളും മലമുകളിൽ നിന്ന് കണ്ട് ആസ്വദിച്ച് മനം കുളിർത്ത് തിരികെ മടങ്ങാം. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. അശാസ്ത്രീയമായ ഭൂമി സർവേക്കും സർവേ കല്ലിടുന്നതിനുമെതിരെ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി വെളിയമ്പ്ര അലിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. എംഎൽഎ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ഭൂമി സർവേക്കും സർവേ കല്ലിടുന്നതിനുമെതിരെ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി വെളിയമ്പ്ര അലിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് നടത്തുന്ന അശാസ്ത്രീയ ഭൂമി സർവേക്കും സർവേ കല്ലിടുന്നതിനും എതിരെയാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സർവകക്ഷി യോഗം എംഎൽഎ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 2-3 കേസുകൾ കണ്ടു. ഒന്ന് പരീഡല്ലേ, അവരുടെ ഷോപ്പിന്റെ ഇങ്ങേ ഭാഗത്ത് ഷോപ്പിന് നടുക്കായിട്ട് വരത്തക്ക രൂപത്തിലാണ് കുറ്റിയടിച്ചേക്കുന്നത്. അങ്ങേ ഭാഗത്ത് കുറ്റിയും കൂടെ കൂട്ടുകൂട്ടുമ്പോൾ ഷോപ്പിന്റെ നടുക്കാണ്. പിന്നെ കണ്ടത് മുസ്തഫയുടെ വീടിന്റെ ബാക്കിൽ കുറ്റി അടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മുൻവശത്ത് കുറ്റി അടിച്ചിരിക്കുന്നു. ആ 2 കുറ്റിയും കൂടെ കൂട്ടി കൂട്ടുമ്പോൾ ആ പുതിയ നല്ല വീടിന്റെ ഒരു അധിക ഭാഗവും പോകുന്ന രൂപത്തിലാണ് വന്നത്. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പി ഉസ്മാൻ, കൗൺസിലർമാരായ ബഷീർ, നജ്മുന്നീസ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കക്ഷി നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, അൻസാരി തില്ലങ്കേരി, പി ഷുക്കൂർ, VM ഇബ്രാഹിം, രാമചന്ദ്രൻ, വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ബേബി മെമ്മോറിയൽ ആശുപത്രി എമർജൻസി വിഭാഗവും ചുങ്കക്കുന്ന് കമിലിയസ് ആശുപത്രിയും സംയുക്തമായി പ്രാഥമിക ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. ചുങ്കക്കുന്ന് ഫാത്തിമാത ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ഫാദർ പോൾ കൂട്ടാല ഉദ്ഘാടനം ചെയ്തു. ബേബി മെമ്മോറിയൽ ആശുപത്രി എമർജൻസി വിഭാഗവും ചുങ്കക്കുന്ന് കമിലസ് ആശുപത്രിയും സംയുക്തമായി പ്രാഥമിക ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചുങ്കക്കുന്ന് ഫാത്തിമാത ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ഫാദർ പോൾ കൂട്ടാല ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നയന പരിശീലന പരിപാടിയെക്കുറിച്ച് വിശദീകരണം നടത്തി. പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവരും കയ്യിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് റിയാക്ഷൻ. പരിചയമില്ലാത്തവരാണെങ്കിൽ അത് നോക്കി നിൽക്കുക, കണ്ടു നിൽക്കുക, എന്താണ് സംഭവിക്കുന്നത് അത് നോക്കുക എന്നാണ് സെക്കൻഡ് വേറൊരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ സംയോജിതമായി ഇടപെടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കുന്നത് വരെ ആ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഈ BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്. ഡോക്ടർ നിതിൻ പ്രാഥമിക ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് എടുത്തു. ക്രിസ്റ്റി വർഗീസ്, മനോജ്, സിസ്റ്റർ ജസ്ലിൻ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഉളിയിൽ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉളിയിൽ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാക്ക് ടു റൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ഹാജി മട്ടന്നൂർ അധ്യക്ഷനായി. RP ഹുസൈൻ മാസ്റ്റർ, ഡോക്ടർ ഹസീബ്, അർഷാദ് പള്ളിപ്പാത്ത, PKV അരുൺകുമാർ, റംലാൻ ഉസ്താദ്, ജുനൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു. എന്നാലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാ. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരു 20 വർഷം മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. LKG ക്ലാസ്സിൽ നിങ്ങളുടെ ഉമ്മയെയും കൂട്ടി നിങ്ങളുടെ കൈ പിടിച്ച് ആദ്യമായി മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ മുതൽ
12 വർഷം ഓടിക്കളിച്ചത് ഈ മുറ്റത്താണ്. 12 വർഷത്തോളം നിങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും കൈമാറിയത്, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുത്തത്, നിങ്ങൾ ആരാവണമെന്ന് തീരുമാനിച്ചത് എല്ലാം ഈ മജ്‌ലിസിന്റെ മുറ്റത്ത് നിന്നാണ്. 2006 മുതൽ 2023 വരെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള നിറയാഘോഷ ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ നടന്നു. ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള നിറയാഘോഷ ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ നടന്നു. ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രനടയിൽ നിന്നും കുത്തുവിളക്കിന്റെയും വാദ്യത്തിന്റെയും അകമ്പടിയോടെ മേൽശാന്തി നെൽക്കതിരുകൾ തലയിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ക്ഷേത്രമണ്ഡപത്തിലെത്തിച്ചു. മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച നെൽക്കതിരുകൾ ആദ്യം ശ്രീകോവിലിലും പിന്നീട് ഉപദേവതകൾക്കും സമർപ്പിച്ച ശേഷം തിടപ്പള്ളിയിലും എത്തിച്ചു. തുടർന്ന് കഴകക്കാർക്കും ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM മുഴക്കുന്ന് ലോക്കൽ കുടുംബ സദസ്സ് മുടക്കോഴി PPRM UP സ്കൂളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ ഉദ്ഘാടനം ചെയ്തു. CPIM മുഴക്കുന്ന് ലോക്കൽ കുടുംബ സദസ്സ് മുടക്കോഴി PPRM UP സ്കൂളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങളുടെ മേഖലയിൽ, ഹിന്ദി മേഖലയിൽ അവർക്ക് വോട്ട് കുറഞ്ഞു, സീറ്റ് കുറഞ്ഞു. ഉത്തർപ്രദേശിൽ 7% വോട്ടാണ് കുറഞ്ഞത്, സീറ്റിന് പകുതിയായി. ഇതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഉണ്ടായതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിലയിരുത്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും. ഏരിയ കമ്മിറ്റി അംഗം കെ വത്സൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ടി പ്രസന്ന, ഏരിയ കമ്മിറ്റി അംഗം കെ സുധാകരൻ, സി ഗോപാലൻ, KM ജയചന്ദ്രൻ, പി സുർജിത്ത്, കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വാണിജ്യം. ഇരിട്ടിയിൽ ന്യൂട്രീഷൻ സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. താലൂക്ക് ഓഫീസിന് സമീപം യൂണിറ്റി കോംപ്ലക്സിലാണ് സെന്ററിന്റെ പ്രവർത്തനം. ഇരട്ടിയിൽ ന്യൂട്രീഷൻ സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടി താലൂക്ക് ഓഫീസിന് സമീപം യൂണിറ്റി കോംപ്ലക്സിലാണ് സെന്ററിന്റെ പ്രവർത്തനം. സെന്റർ ഉദ്ഘാടനം അഗസ്റ്റിൻ മേരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സണ്ണി ജോസഫ് MLA മുഖ്യ അതിഥിയായി. അനുഗ്രഹത്തോടുകൂടി പ്രാർത്ഥനയോടെ ദൈവത്തെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ ഒരു സംരംഭം ഈ മഹാലോകത്തിന് വേണ്ടി സമർപ്പിക്കുക. രാജ്യത്തിനല്ല, ലോകത്തിന്. അത്ര വലുതാണ് ഇതിന്റെ അർത്ഥലക്ഷ്യങ്ങൾ. അപ്പൊ എല്ലാവരും നിറഞ്ഞ ഹൃദയം കൈയടിക്കുക. നമുക്ക് സന്തോഷത്തോടെ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. NS രതീഷ്, രമ്യ രതീഷ്, LC സണ്ണി, വിജയൻ, പ്രമീള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. ഇരട്ടി കോളിക്കടവിലെ കൊയ്റ്റി ചന്ദ്രൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഭാര്യ സോജ, മക്കൾ അഭിനന്ദ്, അഞ്ജലി. വള്ളിത്തോടിലെ KK കുഞ്ഞിമൂസ ഹാജി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ നബീസ, മക്കൾ മുഹമ്മദ് മൻസൂർ, മുഹമ്മദ് ജംഷീർ, മുംതാസ്, നസിയ, സുഫൈറിയ, സുനിറ, നൌഷജ. മരുമക്കൾ മുഹമ്മദ്, ഹാരിസ്, അബ്ദുൽ സലാം, ഫൈസൽ, ഷർഫാന, സമീമ, പരേതനായ അഷ്റഫ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അജ്ഞാത വാഹനം ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മേനച്ചോടി സ്വദേശി പുത്തൻ വീട്ടിൽ ദിലീപൻ. വിളക്കോട് പാറക്കണ്ടം ഇരട്ട കൊലപാതകം. ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ആനമതിലിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ആശങ്കയിൽ പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.